ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ വീഡിയോ ഇടാം എന്ന് പറഞ്ഞതിനകത്ത് കല്യാണ വീഡിയോയിലെ ചെറുക്കൻ. അപ്പം നമ്മൾ ഇത്രയും ഡിലേ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെറിയ രീതിയിൽ വീണ്ടും പനി ആയിരുന്നു, മറ്റൊന്നുമല്ല പേടിപ്പനിയാണ്. കാരണം വീണേൻ്റെ ഒരു പേടിയായിരുന്നു. അപ്പോൾ ഇതാണ് കല്യാണ ചെറുക്കൻ. പുറകിന് കല്യാണ ചെറുക്കൻ്റെ പെങ്ങള്, പുറകിന് അമ്മ, എല്ലാവരുമായിട്ട് കല്യാണത്തിന് സ്വീകരിക്കാൻ വന്നാണ്. അപ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ എല്ലാവരും കാണുക എന്ന് പറഞ്ഞ പോലെ തന്നെ ചെറുക്കൻ്റെ എക്സ്പ്രഷൻസ് മുഖ്യം ബിഗില് അത് പറക്കണ്ട. ഈ വീഡിയോ ഇറങ്ങുന്നതോടെ എൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാവും. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോയി കൂട്ടുകാരെ വാരി ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വന്തം കല്യാണം വരുമ്പോൾ ഇങ്ങനെ പാളിപ്പോവും. വേറൊന്നുമല്ല, പുള്ളിക്ക് ഫുൾ അങ്ങ് കൺഫ്യൂഷനായിപ്പോയി. കാരണം ഓൾറെഡി ഫുള്ള് ടെൻഷനിലാണ് പുള്ളി ഉണ്ടായിരുന്നത്. കല്യാണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും പുള്ളി ഒറ്റയ്ക്കായിരുന്നു ഒരുവിധവും എല്ലാ കാര്യങ്ങളും ചെയ്തത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും തന്നെ. അപ്പോൾ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒന്നോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുക, ഭയങ്കര സന്തോഷം. കാരണം നമുക്കൊരാളെ ട്രോളാൻ കിട്ടുന്ന സമയം നമ്മൾ ഒരിക്കലും പാഴാക്കാറില്ല. പിന്നെ ഇങ്ങനൊരു കല്യാണ വീഡിയോ ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ അറിവില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഗതി അതോ ഗതിയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ചെക്കനെ സ്വീകരിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുപോകുന്നത് ചെക്കൻ്റെ പെണ്ണിൻ്റെ അമ്മായിയും ചെക്കൻ്റെ അമ്മായിയമ്മയും റിലേറ്റീവ്സും എല്ലാവരും കൂടിയാണ് കൊണ്ടുപോയത്. അപ്പോൾ നമുക്ക് ഇവരെ ഒന്നും കൃത്യമായിട്ട് എവരാന്നൊന്നും അറിയത്തില്ല. അമ്മായിയെ പിന്നെ അറിയാം, അമ്മായിയെ നമ്മളിടയ്ക്കൊന്ന് പരിചയപ്പെട്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചേച്ചീനെ നന്നായിട്ട് അറിയാം. നന്നായിട്ടെന്നല്ല, കണ്ടറിയാം. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വന്ന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ താഴെയാണോ ഇരിക്കേണ്ടത് അതോ മണ്ഡപത്തിൽ കയറിയിട്ടാണോ ഇരിക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് വന്നു. അങ്ങനെ കുറച്ച് നേരം ചെറുക്കൻ അവിടെ കട്ട പോസ്റ്റായി. അത് കഴിഞ്ഞ് കണ്ടിട്ട് നേരെ ചെന്ന് എന്തായാലും മണ്ഡപത്തിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഇരിക്കാൻ, അതായത് കല്യാണം ചടങ്ങ് നടത്തുന്നിടത്ത് ഇരിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ കുറച്ച് നേരം ചെക്കൻ നിന്നു. ഈ കലോത്സവത്തിനൊക്കെ സ്റ്റേജിൻ്റെ പുറകെ നിൽക്കുന്ന പോലെ നിന്നു. അവസാനം ചെറുക്കനെ കൊണ്ടവിടെ ഇരുത്തി, കഴുത്തല മാലയൊക്കെ ഊരിയിട്ട് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് ചടങ്ങുകളൊക്കെ തുടങ്ങി. അപ്പം ഫാമിലിയായിട്ട് നിൽക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കിയപ്പം അമ്മയുടെ മുഖം ഭയങ്കര ഇടുമിച്ചിരിക്കുന്ന പോലെ തോന്നി. കാരണം അടുത്ത് നിന്ന് വീഡിയോ എടുത്തിട്ട് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് കോങ്കണ്ണായി പോവും, ഇച്ചിരി ദൂരത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ആ സൈഡിൽ നിന്ന് നേരെ ചാടി ഇപ്പുറത്തെ സൈഡിൽ പോയി. ഇപ്പുറത്തെ സൈഡിൽ ചെന്ന് വീഡിയോ എടുത്തു. അങ്ങനെ ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ചാടി നിന്ന് വീഡിയോ എടുക്കുകയെന്ന്. എന്തായാലും വേണ്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ്റെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി പെണ്ണാണ് വരാൻ പോണത്. അപ്പോൾ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരടുത്ത് പെണ്ണിൻ്റെ വീഡിയോയിലെ ഇതിഹാസങ്ങൾ ഞാൻ സെക്കൻഡ് പാർട്ടിലേ ചെയ്യൂ. അപ്പോൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാച്ചിങ് അവേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ വാച്ചിങ് അവേഴ്സ് ഇല്ലാത്തത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ക്രൈറ്റീരിയ കടക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകളിലൂടെ. അപ്പോൾ അതിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.